2023 ഓഗസ്റ്റ് 24 കുറവിലങ്ങാട് പുത്തനങ്ങാടിയിലൂടെ സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുകയായിരുന്നു അമൽ. എവിടെ നിന്നോ എത്തിയ ഒരു കാർ അമലിൻ്റെ സൈക്കിളിനെ ഇടിച്ചിട്ടു. ഒപ്പം കുറേ സ്വപ്നങ്ങളും. ഗുരുതരമായി പരിക്കേറ്റ അമലിനെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. 8 വർഷം മുൻപ് പിതാവ് മരണപ്പെട്ട അമലിൻ്റെ ചികിത്സാ ചെലവിനുള്ള തുക കണ്ടെത്താൻ കൂലിപ്പണിയെടുത്ത് കുടുംബം പുലർത്തുന്ന അമ്മ റോസ്ലിക്ക് കഴിയുമായിരുന്നില്ല. പിന്നെ കണ്ടത് ഒരു 15-കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ കുറേ നല്ല മനസ്സുകൾ ഒന്നിക്കുന്ന കാഴ്ച. സ്കൂൾ അധ്യാപകരും PTA-യും കടപ്ലാമറ്റം പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ചേർന്ന് അമലിൻ്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തി. ചികിത്സാ ചെലവിൽ ഗണ്യമായ ഇളവ് നൽകാൻ ഇൻഡോ അമേരിക്കൻ ആശുപത്രിയും തീരുമാനിച്ചു. ഡോക്ടറുടെ പ്രതീക്ഷയും എൻ്റെ ടീച്ചർമാരുടെ ഒരു പ്രതീക്ഷയും കൊണ്ട് മാത്രമാണ് എൻ്റെ മോൻ എനിക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു കിട്ടിയത്. നല്ല പൂർണ്ണ ചികിത്സ, എല്ലാവരും നല്ല സഹകരണമാണ്. സിസ്റ്റർമാർ, ഡോക്ടർ, നമ്മുടെ ബിജു സാറെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാലും വാക്കുകളില്ല. 4 മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ പൂർണ്ണ ആരോഗ്യവാനായി അമൽ ഇന്നലെ ആശുപത്രി വിട്ടു. അമലിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സഹപാഠികളും അധ്യാപകരും എത്തി. സഹജീവി സ്നേഹം തന്നെ പഠിപ്പിച്ചവർക്കൊപ്പം അമലും ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് യാത്രയായി. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.